ഗൈസ്, ഇന്നലത്തെ ഒരു ബസ് യാത്രക്ക് ശേഷം നമ്മൾ ചിക്മംഗ്ലൂരിൽ എത്തിയിട്ടുണ്ട്. അതെ, ചിക്മംഗ്ലൂർ എത്തിയിട്ട് ഇനിയിപ്പോ നമ്മൾ നേരെ ഒരു ഇൻഡസ്ട്രി വിസിറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്, തേയില കോഫി ഫാക്ടറി. അപ്പൊ ഈ പറഞ്ഞ 2 വണ്ടിയിലാണ് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത്. ആധാർ നടന്നു വരുന്നു, സംജാദ് ആൻഡ് ഇസാൻ. അപ്പൊ കോർഡിനേറ്റർ സംജാദാണ് നമുക്ക് ഇതെല്ലാം ചെയ്തു തന്നത്, അല്ലെ സംജാദ്? അതെ, നമ്മുടെ പിള്ളേരെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് എന്റെ ഒരു ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതെ അതെ, കാര്യങ്ങളൊന്നും അറിയാതെ ഇസാനാണ്. അപ്പൊ നമ്മുടെ ഡ്രീം കാച്ചറിന്റെ മറ്റേ അവരെ കാണിച്ചതില്ല. നമുക്കിതാ വേറെ വണ്ടി അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ട്. മൊത്തം നമ്മൾ എത്ര വണ്ടികളാണ്? 1 2 3 4 വണ്ടി ഉണ്ട്. ഞാൻ ചടേ പടിയെന്ന് അറിയുക. വാടക കയറ്റിയേ ബാ. വാ വാ വാ, കേറി വരൂ. അതെ, എല്ലാരും വാ. ജിൽ മൂട് ബാക്കിലേക്ക് ഇറക്കിയോ? മുടേഷ്, നമ്മൾ വേണ്ടപ്പെട്ടവരെല്ലാരും എത്തിയിട്ടുണ്ട്. ഇനി ആരാ വരാനുള്ളേ? എല്ലാരും ഉണ്ട്. കിൻഡർ ജയ് അവിടെ നോക്കുന്നു. ഇനിയിപ്പോ എന്തായാലും മറ്റിവിടെ എത്തിട്ടെ, കോഫി ഫാക്ടറിയിൽ എത്തിയിട്ട് ബാക്കി കഥകൾ അറിയാം. ഗൈസ്, നമ്മൾ ആ ജംഗ്ഷനിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് നമ്മളോട് നടക്കണമെന്ന് പറഞ്ഞ് നടത്തിക്കേണ്ടിയാണ്. എല്ലാവരും തരാന്ന് പറഞ്ഞ അവിടെ നടന്നുണ്ട്. ഇതാണ് റമീസ്, കൊച്ചിന്ന് വന്ന്. ഫ്രണ്ടില് യാസീനും ടീമൊക്കെ പോണ്ട്. ഇല്ല കട്ടി തല എത്തിക്കുന്നുണ്ട്. ഇതാണ് എന്താ പാണ്ഡിതുരങ്കിയ പാണ്ടയുടെ ആണ് കോഫി കട. ആ കാണാണ് പുള്ളി, എന്തോ മെയിനാന്ന് തോന്നുന്നത്. നമ്മളിവിടെ കയറിയാണ് സർട്ടിഫിക്കറ്റ് നേടാൻ പോകുന്നത്. 100 രൂപക്ക് പർച്ചേസ് ചെയ്യണം, എന്നാലേ സർട്ടിഫിക്കറ്റ് എല്ലാവരും കിട്ടുന്നതാണ്. അകത്തേക്ക് കയറാൻ വീഡിയോ അലൗഡ് ആണെന്ന് എനിക്കറിയില്ല. അപ്പൊ റിസ്ക് എടുത്തായിരിക്കും നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യണേ. അതാ ക്ലാസ്സിന് ശേഷം നമ്മൾ അതന്നെ ആ പാണ്ഡുരംഗ ആ കോഫി അവിടെയാണ് നമ്മൾ ഇൻഡസ്ട്രി വിസിറ്റ് ചെയ്തത്. അതിനുശേഷം നമ്മൾ ഇവിടെ ഒരു കോഫി ഫ്രീ ആയിട്ട് കൊടുക്കണ്ടെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നു. യാസിനെ കോഫി എങ്ങനെയുണ്ട്? കോഫി പോലെ ഉണ്ട്. ഓ, മികച്ച ഉത്തരം. സഹദിനോട് ചോദിക്കാം. സഹദ് പറയൂ. പാലുപോലെയുണ്ട്. പാലുമല്ല തേനുമല്ല. വാ, നമുക്ക് ആക്കുള്ളവരോട് ചോദിക്കാം. നമുക്ക് ഐഷയാണോ? മിസ്സേ, കോഫി കുടിച്ചിട്ട് പറയൂ, എന്താണ് അഭിപ്രായം? മിസ് തിരക്കിലാണ്. ഇവിടെയാണ് നമുക്ക് കോഫി കിട്ടുന്നത്. എടാ, സാറിന് കോഫി ഇടാ. കോഫി സുന്ദരിയോ. ഐഷ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് നല്ല ചിൽ. അതെ, ഇത് നമ്മിപ്പോ കുടിക്കണത് 100 രൂപയുടെ ഒരു ചായ ഉണ്ടാ, മധുരമില്ലാന്നുള്ളൂ. അത് കോഫിയുടെ ഒരു എന്താ പറയാ കറക്റ്റ് ടേസ്റ്റ് അറിയാൻ വേണ്ടിയാണ് അവര് മധുരം കുറിച്ചേക്കണ. നല്ല കിടിലൻ ചായ. ആരോടെ പോയിട്ട് സോഡാ സർബത്ത് വെച്ച് നീട്ടായിരുന്നു. ആരോടെ പോയിട്ട് സോഡാ സർബത്ത്. നമ്മുടെ പാക്കേജിന്റെ ഒരാള് ഇവിടെ ഇപ്പൊ ഉണ്ട്. മറ്റേ ചേട്ടൻ അപ്പുറം ഉണ്ട്. 2 പേരുണ്ട്. ഇപ്പൊ പുള്ളിയുടെ അടുത്ത് ഞാൻ ചോദിക്കാം. ബാബാ എന്റെ പുറകെ വരൂ. സമയോ ഇതിപ്പോ തന്നെ കഴിഞ്ഞാൽ ഇറങ്ങാം. ഇതിപ്പോ കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങാം. പുള്ളിയുടെ വരുന്നത് ചരത്തന്നെ
ഗൈസ് നമ്മളേതോ മല കയറാൻ വന്നേക്കുന്ന ട്രെക്കിങ്ങിന്. മലയുടെ പേരറിയാൻ പാടില്ല. അങ്ങാട് നോക്കിയാലും ഇപ്പുറത്തേക്ക് നോക്കിയാലും ഒന്നും കാണാൻ പറ്റില്ല. കേരന്നെ യാസിനെ പോലും തിരിച്ചറിയല്ല. അതെ, യാസിന് അൽഫാം വേണമെന്ന്. പെരിപ്പിരി അന്യായ പോണല്ലേ. ഓ മൂട് മൊത്തം കാണിച്ചെടുത്തേ. നമ്മ കിട്ടില്ല സാധനം. മേലേക്ക് ഇനി കേറാൻ 1:45 വരുന്നത്. നട്ടപ്പുറ ഏഴ് സമയത്ത് അല്ല കിട്ടില്ലേ കൂടാ. കിതപ്പിന്റെ കിതപ്പ്. വെച്ചിട്ട് ഒരു രക്ഷയില്ല. ഓ കോഴടിക്കണ അങ്ങാട് നോക്കിയാ മൊത്തം ഇങ്ങോട്ട് മേത്തേക്ക് അടിച്ചോണ്ടിരിക്കണ. കേറുന്ന വഴിയൊന്നും കാണാൻ പറ്റുള്ളല്ലോ. താഴത്തേക്ക് അവിടെ നിന്ന് എല്ലാരും കേറി വന്നിട്ട് ആരും ഇരിക്കണവരത് നമ്മളാരും കാണാം. കൊറേ മേലെ കയറി പോയിണ്ടല്ലേ. ഗൈസ് RSS ടീമാണ് ഫ്രണ്ടിൽ കൂടി നടന്നു പോകുന്നത്. RSS തലവനാണ്ട് കയ്യില് ബാഗുണ്ട്. ബാഗിൽ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. പുള്ളി കാണിക്കണം നമ്മളെ. സത്താരെന്താ അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ട്. റാശി എന്തോ തെറ്റി അങ്ങോട്ട് വേണല്ലേ കൊണ്ട്. എന്താണെന്നു പറയുമ്പോൾ കുറെ പേര് ഇവിടെ ഇരിപ്പുണ്ട്. ഒന്നും കാണാൻ പറ്റുള്ള. ജുനൈദൊക്കെ കിടന്നോക്കി. അങ്ങനെ നമ്മൾ ഏറ്റവും ടോപ്പിലെത്തിയിട്ടുണ്ട്. അതെ ഇതേ കുറെ പേര് അവിടെ ഇരിക്കണില്ലേ. അതിന്റെ അടിയിൽ പാറയാണ്. എന്താ സെറ്റപ്പ് എന്ന് അറിയില്ല. അതെ ഞങ്ങൾ ഏറ്റവും റിസ്ക് കയറിയ വ്യൂ പോയിന്റിലെത്തി. നിങ്ങൾക്ക് വേണ്ടി അല്ലേ വീഡിയോ ഷെയർ ചെയ്യാൻ പോണ്. അതെ അതാണ് ഇത്ര റിസ്ക് ഒക്കെ എടുക്കുള്ളൂ. കാണിച്ചു തരാം. നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റണ്ടോ. ഇതാ അടുത്ത ഡെസ്റ്റിനേഷൻ നമ്മൾ എത്തിയിരിക്കുന്നു. 500 സ്റ്റെപ്സ് എല്ലാവരും നടന്നോളൂ. ഇതാ 500 സഞ്ചാരിനെ കൊണ്ട് കഴിയോ. സഞ്ചാരി 500 സ്റ്റെപ്പ് ഈ പ്രാവശ്യം യാസിന്റെ ചിരിച്ചിരി ഞാൻ വെക്കാം. കയ്യിലിട്ടാ പഴം പോലെ പഴംപൊരി ഒരു തിന്നണ പോലെ 50 അൽഫാം വെക്കൂല. പോത്തുമന്തി ആണെന്ന് പറയാം. നോക്കിയടാ എന്ത് രസാ. ക്യാമറമാൻ എന്തിനാ അടിക്കാ. യാസി മൊത്തം കേറും. സാറ് സ്റ്റാമിന വരാ വെറുതെ പോരട്ടെ സാർ. നീ എണ്ണി പയ്യാണ് കയറി പോകുന്ന സാധനം പെരിപ്പെരിയും സൈഡായിരിക്കുന്നു. ഒരു സ്റ്റാമിന ഇല്ലാത്ത മാതിരി. എനിക്ക് എന്താ മാതിരി ഇങ്ങനെ ഇരിക്കുന്ന. ഒരു 100 രൂപ മുടക്കിയാലും വേണ്ടില്ല. 500 അടിക്കലും വിഷയല്ല. പൈസ വിഷയല്ല. ഐഷ ഇത് മറ്റേ സിന്ദാ പോയാ മതി. 500 സ്റ്റെപ്പ് കയറി നമ്മൾ മേളെത്തിരിക്കുന്ന. അതെ ഏതാ അമ്പലേക്കാട്ടാ. അക്കിബാറ ഓ നല്ല തണുപ്പ്. ഈ ഇത് കാണാനാണ് അങ്ങോട്ട് വന്നേ. കഴിഞ്ഞ പീക്കി സെറ്റ് അയ്യോ 1300 ഓ ഇത്രയും പൊക്കത്തിലിരിക്കണെന്നോ. അവിടെ സൈഡെന്താ എന്ത് സംഭവം.
സഞ്ചാരം കാണിച്ചത് വെള്ളം തല വെച്ച ശരി 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 യാസിനെ കണ്ടില്ല താടിയൊക്കെ സെൽഫി എടുത്ത് വെറുതെ കഷ്ടപ്പെട്ട് ജീവിക്കും സിനിമയിലെ ഇങ്ങനെയൊക്കെ ഫുഡ് കൈ ഇങ്ങനെ നീ എന്തിനെ പഠിക്കണേ കഷ്ടപ്പെട്ട് പഠിച്ചാലേ കിട്ടുള്ളൂ ബുക്കോട് കൊണ്ടേക്കും എടാ തേടാ വീടായിരിക്കൂടാ റിയാസിന് ചെല്ലാണെന്ന് ഒഴിഞ്ഞു നോക്കണം ഭഗവാൻ ഒരു ഒളിഞ്ഞു നോക്കണം അതാരാ പ്രദീപ് സാർ വെറുതെ നോക്കാൻ ഇതിപ്പോ എനിക്ക് ഇറങ്ങി അവിടെ തൂങ്ങുന്നു